ഹലോ എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ ജനുവരി ആയിരിക്കുകയാണ്. ഈ മാസം അവസാനം 21-ാം തീയതി റോയൽ റംബിൾ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ റോയൽ റംബിൾ നടക്കുന്നതിന് മുമ്പ് അതിനെപ്പറ്റിയുള്ള കുറച്ച് ഫാക്ട്സാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്പർ 1, റോയൽ റംബിൾ ചരിത്രത്തിൽ തന്നെ വെച്ചിട്ട് ഏറ്റവും മടിയനായ റോയൽ റംബിൾ വിന്നർ, അതായത് ദ ലേസിയസ്റ്റ് വിന്നർ ഓഫ് റോയൽ റംബിൾ എന്നറിയപ്പെടുന്നത് വിൻസ് മെക്മഹോനാണ്. 1999-ലെ റോയൽ റംബിളിൽ അവസാനമായിട്ട് രണ്ടുപേരും നിൽക്കുമല്ലോ, അങ്ങനെ നിൽക്കുന്നത് വിൻസ് മെക്മഹോനും സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിനുമായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും നിൽക്കുന്ന സമയത്ത് സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ എന്തായാലും വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായി നിൽക്കുന്ന സമയത്താണ് റോക്ക് ആ മാച്ചിൻ്റെ ഇടയിൽ കയറി വരുന്നത്. റോക്ക് സ്റ്റോൺ കോൾഡിനെ ഡിസ്ട്രാക്ട് ചെയ്യുകയും ആ സമയത്ത് വിൻസ് മെക്മഹോൻ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിനെ പിടിച്ച് പുറത്തേക്ക് ഇടുകയുമാണ് ഉണ്ടായത്. ആകെ ഒരൊറ്റ ആൾ മാത്രം പുറത്താക്കിയാണ് വിൻസ് മെക്മഹോൻ അന്നത്തെ റോയൽ റംബിൾ വിജയിച്ചത്. നമ്പർ 2, റോയൽ റംബിളിലെ ബിഗ്ഗസ്റ്റ് ലൂസർ എവർ എന്ന പട്ടം കിട്ടിയിരിക്കുന്നത് കെയ്നാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരാളിപ്പോൾ ഒരു കാര്യം നേടാൻ ആദ്യം ശ്രമിക്കും, അത് കിട്ടിയില്ലെങ്കിൽ രണ്ടാമതും ശ്രമിക്കും, അത് കിട്ടിയില്ലെങ്കിൽ മൂന്നാമതും ശ്രമിക്കും, മാക്സിമം പോയാൽ 5 പ്രാവശ്യം ശ്രമിക്കും. പക്ഷേ ഇദ്ദേഹം റോയൽ റംബിൾ വിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് 19 പ്രാവശ്യമാണ്. 19 റോയൽ റംബിളിൽ കയറി വന്ന ആളാണ് കെയ്ൻ. പക്ഷേ ഒരൊറ്റ റോയൽ റംബിൾ പോലും ഇദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഓവറോൾ എലിമിനേഷൻ ഏറ്റവും കൂടുതലുള്ളതും കെയ്ന് തന്നെയാണ്. 44 എലിമിനേഷനാണ് അദ്ദേഹം തൻ്റെ ജീവിത കാലയളവിൽ 19 റോയൽ റംബിളിൽ നിന്നും കൂടി ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ഒരു റോയൽ റംബിളിൽ തന്നെ ഏറ്റവും കൂടുതൽ സൂപ്പർ സ്റ്റാർസിനെ പുറത്താക്കുന്നതിൽ 2-ാം സ്ഥാനത്താണ് കെയ്ൻ. 11 സൂപ്പർ സ്റ്റാർസിനെയാണ് അദ്ദേഹം 2001 റോയൽ റംബിളിൽ പുറത്താക്കിയിരിക്കുന്നത്. അതിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് റോമൻ റെയിൻസ് ആണ്. നമ്പർ 3, ഏറ്റവും കൂടുതൽ പ്രാവശ്യം 30-ാം നമ്പറിൽ വന്ന് റോയൽ റംബിളിൽ കയറിയ ഒരാൾ അണ്ടർടേക്കറാണ്. അണ്ടർടേക്കർ 3 തവണ 30-ാം നമ്പറിൽ റോയൽ റംബിളിൽ പ്രവേശിച്ചിട്ടുണ്ട്. 1997-ലും 2003-ലും 2007-ലുമാണ് അവ. അതുപോലെ തന്നെ 30-ാമത് വന്ന് റോയൽ റംബിൾ വിജയിച്ചത് ആകെ 3 പേർ മാത്രമാണ്. ഒന്ന് അണ്ടർടേക്കർ 2007-ൽ, പിന്നെ ഒന്ന് ജോൺ സീന 2008-ൽ, പിന്നെ ഒന്ന് ട്രിപ്പിൾ എച്ച് 2016-ൽ. നമുക്കെല്ലാവർക്കും അറിയാം റോയൽ റംബിൾ എന്നുള്ളത് ഒരു ആനുവൽ ഇവൻ്റാണെന്ന്. പക്ഷേ 1994-ൽ 2 റോയൽ റംബിളുകൾ നടന്നിട്ടുണ്ടെന്നാണ് സത്യാവസ്ഥ. അതിൽ ഒരു റോയൽ റംബിൾ നമ്മളെല്ലാവരും കണ്ടതാണ്, അതായത് ജനുവരി 23-ന് നടന്ന റോയൽ റംബിൾ. അതിൽ ബ്രെറ്റ് ഹാർട്ടും ലെക്സ് ലൂക്കറും 2 റോയൽ റംബിൾ വിന്നേഴ്സ് ഉള്ള ആ ഒരു റോയൽ റംബിൾ, അത് നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷേ നമ്മൾ കാണാത്ത വേറൊരു റോയൽ റംബിളുണ്ട്, അത് റെക്കോർഡ് ചെയ്യാത്ത റോയൽ റംബിളാണ്. പക്ഷേ WWE ഹിസ്റ്ററി ബുക്സിലാണ് ആ റോയൽ റംബിൾ ഉള്ളത്. ആ റോയൽ റംബിൾ നടന്നത് ജനുവരി 17-നാണ്. അതായത് നമ്മുടെ TV-യിൽ കാണിച്ച റോയൽ റംബിൾ നടക്കുന്നതിന് 6 ദിവസം മുമ്പാണ് ഈ റോയൽ റംബിൾ നടന്നത്. ഇതിൽ ഏകദേശം എല്ലാവരും ഉണ്ട്. ഷോൺ മൈക്കിൾസ്, ഡീസൽ, റാസോ റാമോൺ, ഓവൻ ഹാർട്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഇതിൽ ഓവൻ ഹാർട്ട് അവസാനം ഈ മാച്ചിൽ വിജയിക്കുകയായിരുന്നു. നമ്പർ 5, 2006 റോയൽ റംബിളിലെ എൻട്രൻസ്, അതായത് ഇവർ ഫസ്റ്റ് വന്ന 2 പേർ റേ മിസ്റ്റീരിയോയും ട്രിപ്പിൾ എച്ചും, ഇവരാണ് ഏറ്റവും നല്ല റോയൽ റംബിളിൽ എൻട്രി നടത്തിയവർ എന്നാണ് പറയുന്നത്. കാരണം ആ റോയൽ റംബിളിൽ വിജയിച്ചത് റേ മിസ്റ്റീരിയോ ആണ്. റേ മിസ്റ്റീരിയോ അവസാനം പുറത്താക്കിയത് റാൻഡി ഓർട്ടനാണ്. റാൻഡി ഓർട്ടന് മുമ്പേ പുറത്തായത് ട്രിപ്പിൾ എച്ചാണ്. അതായത് അവസാനം വരെ നിന്ന 2 സൂപ്പർ സ്റ്റാർസ്, അതായത് അവർ ഫസ്റ്റ് വന്നവർ തന്നെ അവസാനം വരെ നിന്നത് എന്ന റെക്കോർഡ് ഇവരുടെ കയ്യിലാണ് ഉള്ളത്. ഏറ്റവും നല്ലൊരു റോയൽ റംബിൾ മാച്ചായിരുന്നു 2006-ലേത്. എഡ്ഡി ഗെറീറോയുടെ ഒരു ട്രിബ്യൂട്ട് ആയിട്ടുമായിരുന്നു റേ മിസ്റ്റീരിയോ ആ റോയൽ റംബിളിൽ വന്നിട്ടുണ്ടായിരുന്നത്. എഡ്ഡി ഗെറീറോയുടെ കാറെല്ലാം എടുത്തിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എൻട്രി. ഇനി 2019-ലെ റോയൽ റംബിളിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുന്നത് പോലെ തന്നെ ഞാനും കാത്തിരിക്കുകയാണ്. ആര് വിജയിക്കും, ആര് തോൽക്കുമെന്നൊന്നും അറിയില്ല. എത്ര ആൾക്കാരുടെ സർപ്രൈസ് എൻട്രി ഉണ്ടാകുമെന്നറിയില്ല, എത്ര ആൾക്കാർ റിട്ടേൺ ചെയ്യുമെന്നറിയില്ല. എല്ലാം നമുക്ക് വെയിറ്റ് ചെയ്ത് 21-ാം തീയതി കാണാം. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.